അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുറത്ത് മഴ കോരിച്ചൊരിയുകയാണ്. ഉപ്പ പണിക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഉമ്മ ചോദിച്ചു, ഇക്ക നിങ്ങൾ എവിടേക്കാണ് പണിക്ക് പോണത്? ഞാൻ പോയി നോക്കട്ടെ അങ്ങാടിക്കൊന്ന്. എന്തെങ്കിലും കൊത്താനും കളക്കാനൊക്കെ കിട്ടിയാൽ ഇന്നൊക്കെ ഉള്ളതായില്ലേ. അതല്ല, നിങ്ങളിപ്പോൾ അങ്ങനെ പോയി നിന്നിട്ടിപ്പോൾ ആരെപ്പോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെ പണിക്ക് വിളിക്കാൻ? പിന്നെന്താ, എനിക്ക് എൻ്റെ മക്കളെ പോറ്റണ്ടേ. പഠിച്ചോനെ, എന്താ നീ ചെയ്യുക? ഉള്ള പണിയാണെങ്കിൽ നഷ്ടപ്പെട്ടും ചെയ്തു. ഹുസൈനാജിക്ക് ഏത് സമയത്താണാവോ അങ്ങനെയൊക്കെ വരാനും പറയാനൊക്കെ തോന്നിയത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. എടി, അയാളെക്കുറിച്ച് ഈ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ലിക്ക, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്നും രാവിലെ നിങ്ങൾ പണിക്ക് പോയാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചു വരും. അതുകൊണ്ടുള്ള എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരും. അങ്ങനെയല്ലേ നമ്മളെ ജീവിതം ഇതുവരെ കഴിഞ്ഞിരുന്നത്. കൊല്ലങ്ങളായിട്ട് നിങ്ങൾ അവിടെ തന്നെ അല്ലേ ജോലി ചെയ്യണതും. അതുപോലെ പെട്ടെന്നേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ അയാൾ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അല്ല. ഇനിയിപ്പോൾ ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. മോളെ, നുസൈബ് മോൾ ഇറങ്ങാനായോ നോക്ക്. എന്നാൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാലോ. ഉപ്പ കൈക്കോട്ടും കത്തിയും എടുത്ത് അതാ ഇറങ്ങുന്നു. നുസൈബ് ചോദിച്ചു, ഉപ്പ ഇന്നെന്താ ഈ വഴിക്ക്? മറ്റത് നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ ഇറങ്ങലും, അതിലപ്പുറത്തേക്കാണല്ലോ പോകല്. പിന്നെ ഇപ്പം എന്താ? മോളെ, ഇന്നിപ്പോൾ വേറെ പണി ഇപ്പം നോക്കട്ടെ. അതെന്തിപ്പാ? ഉള്ള പണിക്കെന്തേ? അതല്ലേ, എന്നിപ്പോൾ ഒരു പണി കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. ഉമ്മ, എന്തേ പറ്റിയത്? ഇപ്പം എന്താ അങ്ങോട്ട് പണിക്ക് പോകാത്തത്? ഉമ്മ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു, അത് മോളെ, ഹുസൈനാജിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു ആലോചനയൊക്കെ വന്നതല്ലേ. മൂപ്പരെ മോന് വന്നിട്ട് എൻ്റെ കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ഉപ്പാക്കൊരു മടി പിന്നെ അവിടേക്ക് പണിക്ക് പോവാനേ. അതുകൊണ്ടാണ് പിന്നെ അവിടെ പോയി ജോലിക്ക് പോവാന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ. അത് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ട് പോവാത്തത്. ഉമ്മ, അതിനിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കല്യാണമൊക്കെ നടക്കുകയാണെങ്കിലേ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. അവരതാ ഉമ്മയോട് സലാം പറഞ്ഞ് ഇറങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് സങ്കടമായി. പഠിച്ചോനെ, എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ പെരും മഴത്തും മഴ കൊണ്ട് കഷ്ടപ്പെടുവാൻ വേണ്ടി പോകുന്നത്, കൂലിപ്പണിക്ക് വേണ്ടി. ഉപ്പയും നുസൈബയും നടക്കുകയാണ്. മോളെ നുസൈബ, എൻ്റെ കുട്ടീൻ്റെ കയ്യിൽ ബസ്സിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടോ? ആ ഉപ്പ, അതുണ്ടല്ലോ. അത് ഇന്നാളുമ്മ കൊടുത്തയച്ചിരുന്നല്ലോ. അതിൻ്റെ ബാക്കി ഇതാ കുറച്ചുണ്ട്. മോളെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഇനി ഉണ്ടെങ്കിൽ ഇപ്പാനോട് പറയണം കേട്ടോ. ഒന്നും മടിക്കരുത്. ഇപ്പം എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിക്ക് അത് എത്തിച്ച് തരും കേട്ടോ. ഇപ്പം എൻ്റെ അടുത്തുണ്ട് അത്യാവശ്യം ബസ്സിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. ഹേയ് മോളെ, അതൊന്നും വേണ്ട. അതെൻ്റെ കുട്ടിക്ക് പഠിക്കാനായിട്ട് നിങ്ങളമ്മ തന്നതല്ലേ. ഏതായാലും വല്ലാത്തൊരു ഹയറായത്. എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് നന്നാവണം കേട്ടോ, ഉപ്പ മകളോട് പറഞ്ഞു. ആ ഉപ്പ, എന്നാൽ ഉപ്പ അങ്ങോട്ട് തിരിയട്ടെ. ബസ് ഇപ്പോൾ വരാനായോ? ഉപ്പ, ഒരു 10 മിനിറ്റും കൂടി അതിൻ്റെ ഉള്ളിൽ വരും ബസ്. എന്നാലിപ്പോൾ പോട്ടെ കേട്ടോ. ആ ഒരു കാഴ്ച അതാ അവിടെ നിന്ന് മജീദ് കാണുന്നുണ്ടായിരുന്നു. നുസൈബയുടെ ഉപ്പ കൈക്കോട്ടും കത്തിയുമായി. മോളാണെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയോ. നല്ല മാച്ച്. എന്താ, എൻട്രൻസ് എഴുതാൻ പോവാണല്ലോ. MBBS ഉള്ളേ. MBBS പഠിക്കണ മോളും കൈക്കോട്ടും കത്തിയിട്ട് നടക്കണ കൂലിപ്പണിക്കാരൻ ബാപ്പയും നല്ല ചേർച്ച തന്നെ. തൽക്കാലം എന്നെ കാണണ്ട. കണ്ടാൽ പിന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും. ആ മജീദ് ഉപ്പയെ കണ്ടപ്പോൾ വലിയ അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയി. മജീദ് വിചാരിച്ചു, ഈ പെണ്ണ് നല്ല മൊഞ്ചത്തി പെണ്ണാണ്, കാണാത്തതുകൊണ്ടാണ് ആൾക്കാർ. അല്ലെങ്കിലേ ഓളാ മുഖത്തത്തെ ആ ഒരു തട്ടൊക്കെ നീക്കി കണ്ടാലേ ആരും കൊത്തിക്കൊണ്ടുപോകും. അത്രക്ക് ചൊറുക്കുള്ള കുട്ടിയാണ്. ഞമ്മക്കാണെങ്കിൽ നടക്കൂല്ല. ഇനിയിപ്പോൾ മൂപ്പരാണെങ്കിൽ അങ്ങനെ ഒരു പൂതി പറഞ്ഞ് കൊളാക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു പെൺകെട്ടായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എനിക്കറിയില്ല. നല്ലൊരു മുതലേനാണ് ആ കുട്ടി. എന്താണ് ആ കുട്ടീൻ്റെ ഒരു ഭംഗി. അതേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു കോട്ടും പറ്റിയിട്ടില്ല കെട്ടിച്ചിക്കണമെന്ന് വിചാരിച്ചിട്ട്. മജീദ് ഓരോ കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ മൂപ്പരെ മോന് വരും. എന്തായാലും മോനായിട്ടൊന്ന് മുട്ടി നോക്കാം, കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. സംഭവം സെറ്റാണെങ്കിലോ അയാൾ അറിയിക്കണ്ട ഹുസൈനാജിനെ. അയാൾ അറിഞ്ഞാൽ ചിലപ്പം അതിനും പൂതി തന്നെ ഇക്കാരം. തൽക്കാലം മോനോട് പറയാം, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്,
സംഭവം സെറ്റാണ്, നല്ല കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, അച്ചടക്കമുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലേ മോനെ കൊണ്ടൊന്ന് നോക്കി നോക്കാം. കിട്ടിയാൽ കിട്ടരന്നല്ലേ വലിയൊരു. മജീദിൻ്റെ മനസ്സിൽ പുതിയ തന്ത്രങ്ങൾ അതാ അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബസ് വന്നു. നുസൈബ ബസ്സിൽ കയറിപ്പോയി. നല്ല തിരക്കുണ്ട്, പെരും മഴയോ. ഉപ്പ സാധാരണയായി നുസൈബയുടെ സാധനങ്ങളും പൈസയൊക്കെ വരുന്ന ആ കാക്കയുടെ കടയിലേക്ക് പോയി. അല്ല കുട്ടിയെ, എന്തപ്പോൾ കൈക്കോട്ടും കത്തി കയറ്റി ഈ ഒരു ബൈക്ക്? അന്നെ ഈ ബൈക്കൊന്നും ഇങ്ങനെ കാണില്ലല്ലോ. കാക്ക, അതെ, പണി എന്തെങ്കിലും കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതല്ല, അപ്പം ജി ഹുസൈനാജിൻ്റെ പെരീത്തെ പണിക്കാരനല്ലേ ജി? കാര്യമായിട്ട് അവിടെ തന്നെയാണല്ലോ എപ്പോഴും ഉണ്ടാവല്. എന്തിപ്പോൾ കുറേ കൊല്ലങ്ങളായില്ലേ ഓൻ്റെ ഒപ്പം തന്നെയല്ലേ ഇന്ന് ജി? അതൊക്കെ ശരി തന്നെയാണ്, ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടേ. എന്നാലും അവിടെ ഇപ്പം മൂപ്പർക്ക് നല്ല പണിയുണ്ടല്ലോ. ഇപ്പോൾ എന്ന് വെച്ചാൽ തെങ്ങ് തുറക്കലും പിന്നെ റബ്ബറിന് വഴമിടലും കവറിടലും അങ്ങനത്തെ ഒരുപാട് പണികൾ മൂപ്പർക്ക് തന്നെ ഉണ്ടാവുമല്ലോ. പണിക്കാർ തേയിലല്ല യാക്ക്, കാരണം അത്ര കണ്ടമാനം തോട്ടമുണ്ടല്ലോ. അതുകൊണ്ട് എന്തേ അവിടുന്ന് പോന്നത്? അതല്ലേ എനിക്ക് നല്ലത്. എന്നാൽ പിന്നെ അധികം ദൂരം പോവും വേണ്ട. മഴക്കാലത്ത് കുറച്ച് നേരത്തെ കൊണ്ട് ഇറങ്ങിയാൽ ഉച്ചയാകുമ്പോൾ എനിക്ക് പണി വെച്ചേനല്ലോ. എന്തിപ്പോൾ ഇങ്ങനെ ഈ വൈക്ക് വന്നത്? അതൊന്നും പറയണ്ട, നമുക്ക് പണിയൊന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ ഈ കൈക്കോട്ടും കത്തിയിട്ടുള്ള പണിയല്ലാതെ എനിക്ക് വേറെ വല്ല പണിയും അറിയോ? എനിക്ക് എന്ത് പണി അറിയാനാ? ചെറുപ്പം മുതൽ തന്നെ പെരീക്കുള്ള കുട്ടികൾക്ക് ഉള്ള തിന്നാൻ കൊടുക്കാൻ വേണ്ടി നയിച്ചാൻ ഇറങ്ങിയതല്ലേ ഞാൻ. കൈക്കോട്ടായിട്ടുള്ളതും കത്തിയിട്ടുള്ള എല്ലാ പണി ഞാൻ എടുക്കും. വേറൊന്നും എനിക്കറിയില്ലല്ലോ. ഞാനാണെങ്കിൽ പഠിച്ചിട്ടുമില്ല, പഠിച്ചാൻ പോയിട്ടുമില്ല. പണ്ടെന്നെ പാടത്തും ഒക്കെ ഉമ്മാൻ്റെ ഒപ്പം കഴിഞ്ഞു. പിന്നെതാ കൂലിപ്പണിക്ക് എങ്ങനെ പോലെ തുടങ്ങി. വേറെ എന്ത് പണിയാ? ഈ മഴയും വെയിലും കൊണ്ടിട്ടുള്ള പണി മാത്രമേ എനിക്കറിയുള്ളൂ. ഇജി ബേജാറാവല്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. തൽക്കാലം ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരുന്നതുകൊണ്ടായില്ലല്ലോ കാക്ക. ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് പൈസ കിട്ടൂലല്ലോ. എനിക്ക് പണിയെടുക്കാൻ പോകണമല്ലോ, എൻ്റെ മക്കളെ പോറ്റാനേ. നോക്കട്ടെ, ആരെങ്കിലുമൊക്കെ ചിലപ്പം ബംഗാളികളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ വരും. ഇങ്ങനെ ചെറുവിൽ കാണാൻ പണിയില്ലാതെ ഇവിടെ നിൽക്കണം. ഓരോരുത്തരും ഒന്ന് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ എന്താണെന്നോ, ബംഗാളികളെ കൂലിയെന്ന് വെച്ചാൽ അത് പറ്റ കുറവേ കാരം. നമ്മളെ മലയാളികൾക്ക് കിട്ടുന്ന അത്ര പോലും ഉണ്ടാവില്ല. ഓല് നല്ലോണം പണിയെടുക്കും, ശരി തന്നെയാണ്. പക്ഷേ ഓലെ കൂലിയാണെങ്കിൽ പറ്റ കുറവ് കാരം. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഇടാം, അത് മുതലാവും. എനിക്ക് 2-3 മക്കളെ പോറ്റേണ്ടതല്ലേ, എൻ്റെ പെണ്ണുങ്ങളെ പോറ്റേണ്ടതല്ലേ. ഓലൊക്കെ കാക്ക, അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ എന്ത് പണിക്കും ഇപ്പോൾ തയ്യാറാണ്. എനിക്ക് കല്ല് ഏറ്റുന്ന പണി എനിക്ക് എന്തേ പറ്റുമോ? മെറ്റൽ, കല്ല്, അതുപോലെ വെട്ടുകല്ലൊക്കെ. ഞാനിതുവരെ അങ്ങനത്തെ പണി എടുത്തിട്ടില്ലെങ്കിലും എന്ത് പണി ഇപ്പം ഞാൻ എടുക്കാൻ തയ്യാറാണ്. എല്ലാം എടുക്കുമ്പോൾ തന്നെയല്ലേ അങ്ങോട്ട് പടിയ. എന്നാൽ നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണിയുണ്ട്. അപ്പോൾ അവിടേക്ക് തറക്കുള്ള കുറച്ച് കരിങ്കല്ല് അങ്ങോട്ട് കൊണ്ടുപോയിടാണ്ട്. അതിപ്പോൾ പണിക്കാരെ കിട്ടുമെന്ന് പോലും അന്ന് വന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പണിക്കാർ വരാത്തതുകൊണ്ട് അതിങ്ങനെ നീണ്ടു നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ മുതലാളിനെ വിളിച്ചൊന്നിങ്ങനെ പറഞ്ഞോളാം, ഓലെ കരിങ്കല്ല് അങ്ങോട്ട് എത്തിക്കാൻ. ആ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് എത്തിച്ചാൽ മതി. അങ്ങനെയാണ് സംഭവം. അതെനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിടാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഓലൊക്കെ ബംഗാളികളെ നോക്കി നടക്കുന്നത്. ഓൽക്ക് പറഞ്ഞാൽ എത്ര വെയിറ്റ് താങ്ങും ചെയ്യും, ഒരുപാട് സമയം പണിയെടുക്കുകയും ചെയ്യും, കുറഞ്ഞ കൂലിയും. അങ്ങനത്തെ ആണല്ലോ ഹിന്ദിക്കാരൊക്കെ ആവുമ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരും ഓലെ വിളിക്കണതും. എന്തായാലും വണ്ടിയില്ല. എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് 100-500 ഉറുപ്പ്യ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എനിക്കതായിട്ട് എൻ്റെ കുട്ടികൾക്ക് സാധനം വാങ്ങി പോവാലോ. അതുകൊണ്ടാണ്. നുസൈബയുടെ ഉപ്പയുടെ ആ ദയനീയ അവസ്ഥ കണ്ട് ആ കടയിലെ മുതലാളി അവർക്ക് വിളിക്കുന്നു. ഒരാൾ പണിക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോയിടാനുള്ള കരിങ്കല്ലോ കല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കൂലി കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മളെ സാധാരണ ഹിന്ദിക്കാരെന്നല്ല, മലയാളികൾ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കൂലി നിങ്ങൾ കൊടുക്കണം. അത്രക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. 700 കൊടുക്കുക വൈകുന്നേരം വരെ പണിയെടുത്താൽ. അത് പറ്റുമോ ചോദിച്ചു നോക്കി. ആ ആയിക്കോട്ടെ. എടാ 700 രൂപ തരാം വൈകുന്നേരം പണിയെടുത്താലെന്നാണ് പറയണത്. എനിക്ക് കഴിയോ? ഈ വലിയ വലിയ കല്ലൊക്കെ താങ്ങി അതാ അറബി വണ്ടിയൊക്കെ അവിടെ ഉണ്ട്, അതിൽ വെച്ച് തള്ളിക്കൊണ്ടാനാ കഴിയോ? അല്ലാതെ പിന്നെന്താ, ഞാൻ എടുത്തോളാം. ഞാൻ എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അതാ നുസൈബയുടെ ഉപ്പയെ കൂട്ടി അദ്ദേഹം
ആ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. കുറച്ച് ദൂരെയാണ് കരിങ്കല്ലുകളും വെട്ടുകല്ലുകളും എല്ലാം ഉള്ളത്. അതെല്ലാം തറയിടാനുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിടണം. അതാണ് ഡ്യൂട്ടി. മഴയാണെങ്കിൽ നിൽക്കാതെ പെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇതങ്ങോട്ട് കൊണ്ടുപോയിട്ടോളാം. നുസൈബയുടെ ഉപ്പ ഒരു കരിങ്കൽ താങ്ങി പിടിച്ചുകൊണ്ട് അതാ ആ ഒരു വണ്ടിയിലേക്ക് വെക്കുന്നു. വല്ലാത്ത വെയിറ്റ്. ഇതുവരെ ഇങ്ങനെയുള്ള പണികൾ ചെയ്തിട്ടില്ല. കൊത്തലും കളക്കലും വെട്ടലും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ അല്ലാതെ വഴിയില്ലല്ലോ. നുസൈബയുടെ ഉപ്പ വീണ്ടും അതാ 2 കല്ലുകൾ കൂടി അതിലേക്ക് വെക്കുന്നു. നല്ല വെയിറ്റുണ്ട്. ശക്തമായി ആഞ്ഞു തള്ളി അദ്ദേഹം ആ പെരുമഴത്തും അതാ ആ വണ്ടി ഉന്തിക്കൊണ്ട് ആ തറയ്ക്ക് വേണ്ടി കീറിയ ആ ഭാഗത്ത് കൊണ്ടുപോയിടുകയാണ്. വീണ്ടും തിരിച്ചു കൊണ്ടുവരും. വീടാണെങ്കിൽ ഉണ്ടാക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ്, ആ ഒരു മല പോലെയുള്ള സ്ഥലം. ആ മലമുകളിലേക്ക് വണ്ടി കയറാത്തത് കൊണ്ടാണ് താഴെ ഇറക്കിയിട്ടുള്ളത്. ഓരോ കരിങ്കൽ പൊക്കിയെടുക്കുമ്പോഴും നുസൈബയുടെ ഉപ്പയുടെ കയ്യിൽ മുറിവുകൾ പറ്റുന്നുണ്ടായിരുന്നു. നല്ല മൂർച്ചയുള്ള കല്ലിൻ്റെ ഭാഗം തട്ടുമ്പോൾ. പക്ഷേ അധ്വാനിച്ചേ മതിയാവും, എൻ്റെ മക്കളെ എനിക്ക് പോറ്റണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അദ്ദേഹം ആ മുറിവും ഒന്നും കണക്കാക്കുന്നേയില്ല. സങ്കടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ചുടുനീർ ഒഴുകുന്നുണ്ട്. പക്ഷേ മനസ്സ് പതറിയില്ല. പണിയെടുത്തേ മതിയാവും, എനിക്കെൻ്റെ മക്കളാണ് വലുത്. ഒരിക്കലും നുസൈബ ഇത് കാണുന്നില്ല, ഉമ്മയും കാണുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും മഴ കൊണ്ട് കഷ്ടപ്പെടുന്നത് എന്ന കാര്യം അവരൊന്നും അറിയുന്നില്ല. ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. പഠിച്ചോനെ, ഇതെവിടെ പോയി കിടക്കുകയാണാവോ, എവിടേക്കാണാവോ പോയത്, ഒന്നും അറിയണില്ല. മറ്റേത് ഹുസൈനാജിൻ്റോടായെന്ന് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത്ര ദൂരമില്ല, അവിടെ കാര്യപ്പെട്ട പണിയെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേനും കഴിയുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എവിടേക്ക് പോയിക്കണാവോ, ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് കരുതി. വേണ്ട, ഇനിയിപ്പോൾ ഈ മഴത്ത് പുറത്തെങ്ങാനും പണിയെടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചോനെ കാത്തു രക്ഷിക്കണേ അല്ലാ. നുസൈബയുടെ ഉപ്പ അതാ വീണ്ടും ആ മലമുകളിൽ നിന്ന് ഇറങ്ങി ആ കരിങ്കല്ലുകൾ അങ്ങോട്ട് എത്തിക്കുകയാണ്. ഒരുപാട് നേരം വൈകിയപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു. അവിടെ ഒന്ന് ഇരിക്കണമെന്ന് തോന്നി. മഴ പെയ്യുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ദാഹവും വിശപ്പും അനുഭവപ്പെടുന്നു. കുറച്ച് ചൂടുള്ള കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഉപ്പ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ചൂടുള്ള ഒരു ഗ്ലാസ് ചായ, ശരീരമൊന്ന് ചൂടാക്കുവാൻ വേണ്ടി, ഒന്ന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. ഒരു തണൽ പോലും എവിടെയുമില്ല. ഒഴിഞ്ഞൊരു സ്ഥലമാണ് അവിടെ. ഈ കല്ലുകൾ ഞാൻ 1 മാസം കൊണ്ടുപോയിട്ടാലും തീരൂല, അത്രയധികമുണ്ട്. കാരണം അത്രക്കും വലിയ തറയാണ്. പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് അതങ്ങനെ കിടന്നതും. തൽക്കാലം നുസൈബയുടെ ഉപ്പാക്കൊരു ജോലി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആക്കി കൊടുത്തതാണ്. അയാൾ കച്ചവടം ചെയ്യുന്ന ആ കടയിലിരുന്നു കൊണ്ട് വിചാരിക്കുകയാണ്, പാവം ലത്തീഫ് ഇപ്പോഴും ഓന് ആ മഴയും കൊണ്ട് പണിയെടുക്കായിരിക്കും. പഠിച്ചോനെ പാവം, ചൂടുള്ളൊരു ചായ വെള്ളം വാങ്ങിക്കൊടുത്താലേ അതെങ്കിലും ആയി. ഫോണൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് ഫോൺ എടുക്കലൊന്നും ഉണ്ടാവില്ല, അത് കവറിലൊക്കെ കെട്ടിപ്പോയി ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ എവിടെയും വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വിളിക്കണ്ട, എന്താപ്പോൾ ഞാൻ ചെയ്യുക, പുറത്തേക്കാണ് ഇറങ്ങാൻ വയ്യ. അദ്ദേഹം കുട ചൂടി അതാ ആ ഭാഗത്തേക്ക് പോകുന്നു. ദൂരെ നിന്ന് ആ ഒരു കാഴ്ച കണ്ട അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ആ പെരുമഴയത്ത് ആ അറബി വണ്ടിയിൽ കരിങ്കല്ലുകൾ അതാ മുകളിലേക്ക് ഉന്തി കയറ്റുകയാണ് നുസൈബയുടെ ഉപ്പ. പാവം പഠിച്ചോനെ, എടുക്കാത്ത പണിയാണ്, വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ചെയ്യുക, ജീവിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ. പാവം, എന്താ ഇപ്പം ചെയ്യുക? 3 പെൺകുട്ടികളും ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു, നല്ല റാഹത്തായി എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഓൻ്റെ പ്രതീക്ഷകളൊക്കെ വിധി മാറ്റിമറിച്ചു. എൻ്റെ ഒരു കുട്ടിയെങ്കിലും നല്ല സുഖത്തിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചതായിരിക്കും. പാവം പഠിച്ചോനെ, വല്ലാത്തൊരിത്. എൻ്റെ കടയിൽ ഇപ്പോൾ ഒരാളെയും കൂടെ നിർത്താൻ ഒഴിവുണ്ടെങ്കിൽ ഞാൻ നിർത്തിയേനെ. പക്ഷേ എനിക്കെന്നെ കച്ചവടം കുറവാണ്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരാൾക്കും കൂടി കൂലി കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. അല്ലെങ്കിൽ പഠിച്ചോനെ, എൻ്റെ കടയിൽ ഞാൻ നിർത്തിയിരുന്നു. പക്ഷേ അത്ര കച്ചവടം ഇല്ലാത്ത കടയിൽ ഞാൻ തന്നെ വെറുതെ ഇരിക്കണ പോലെയാണ്. സമയം 12:30 ആയിക്കണ്.
എപ്പോൾ തുടങ്ങിയ പണിയാണ്, നിർത്തിയിട്ടില്ല. ലത്തീഫേ എടാ മതി, ഇനി നിർത്തിപ്പോര്, ഇനി പിന്നെ എന്തേ കഴിച്ചിട്ട് പോവാം, ഇവിടെ വാ. ആ മഴയുടെ ഇടയിലൂടെയുള്ള ആ ഒരു സൗണ്ട് ലത്തീഫ് അതാ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തന്നെ മാടി വിളിക്കുന്ന ആ കാക്കയെ നോക്കി അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. എന്താണെന്ന് ആംഗ്യം കാണിച്ചു. എന്തെങ്കിലും കഴിക്കാം എന്ന് അതാ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും നുസൈബയുടെ ഉപ്പ ഇറങ്ങി വന്നു. എടാ എന്തെങ്കിലും കഴിക്കണ്ടേ, ഈ രാവിലെ അങ്ങോട്ട് പോയതല്ലേ, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ? പഠിച്ചോനെ, എന്താ കയ്യമ്മലൊക്കെ ആകെ ചോരയാണല്ലത്, എന്താ ചെയ്യാം. അതെ, കരിങ്കല്ല് പിടിക്കുമ്പോഴേ ആ മൂർച്ചയുള്ള ഭാഗം തട്ടുമ്പോൾ ചോര അത് പൊട്ടുകയാണ്, ഇങ്ങനെ കൈ പൊട്ടുകയാണ്, അതുകൊണ്ടാണ്. അത് സാരില്ലടാ, ആകെ തണുത്ത് ഉറഞ്ഞിക്കണല്ലോ. വാ, കുറച്ച് ചൂടുള്ള ചായ കുടിക്കാൻ എനിക്ക്, ഞാൻ 2 ചായക്ക് പറഞ്ഞിട്ടുണ്ട്, വാ നമുക്ക് 2 കുടിക്കാം. അപ്പോഴേക്കും ഇതാ ആ കടയിലേക്ക് 2 ചായയും 2 ചൂടുള്ള നെയ്യപ്പവും കൊണ്ടുവരുന്നു. ലത്തീഫെ ഇങ്ങോട്ട് കയറി ഇരുന്ന് കുടിച്ചോ, ഇവിടെ ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, വരാതെ. കണ്ടില്ലേ എൻ്റെ കാൽമലും കൈമലൊക്കെ ആകെ ചളിയാണ് അവിടെ നിന്ന് അങ്ങോട്ടേ ആ വഴുക്കാണ് മഴത്തെ, പലവട്ടം അങ്ങോട്ട് സ്ലിപ്പായി പോയി, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് കയറ്റുകയാണ് ഞാൻ. നല്ല ചൂടുള്ള ചായ നുസൈബയുടെ ഉപ്പയുടെ കയ്യിൽ കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ ഒരു പെരുമഴയത്ത് ഈ ഒരു ചായ കിട്ടിയത് അത് വലിയൊരു ആശ്വാസമായി. ആ നെയ്യപ്പവും ഉപ്പ കടിച്ചു കൂട്ടി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പണിക്ക് പോകട്ടോ, ഒന്ന് റെസ്റ്റ് എടുക്കുക. എൻ്റെ കൈയും കാലം കണ്ടില്ല, ആകെ പൊതിർന്നിക്കണേ. എന്താ അപ്പോൾ ഇത്, മനുഷ്യനെന്നല്ലേ, മനുഷ്യന്മാരായാലും ഇങ്ങനെ നിരന്തരമായി കൊണ്ട് നിൽക്കാനൊക്കെ കഴിയുമോ? എന്നാലും എനിക്ക് 700 റുപ്യ കൂലി ഉണ്ടാവും. കുറച്ച് റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ടാക്കാം ഇനി പണി. രാവിലെ തുടങ്ങിയ പണിയല്ലേ, തീരെ ഇരുന്നിട്ടില്ലല്ലേ. അത് കാക്ക, പണിയൊക്കെ പെട്ടെന്നുണ്ട്, നമുക്ക് കഴിച്ചാൽ അത് കഴിച്ചാണ് പോവാലോ, അതല്ലേ നല്ലതെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ റെസ്റ്റ് എടുക്കാറില്ല, പണിയെടുക്കുമ്പോൾ മുഴുവൻ പണിയാണ് കഴിച്ചു, എന്നിട്ടാണ് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് എൻ്റെ പണി. എന്നാൽ അങ്ങനെ ആകുമ്പോഴത്തേന് നമുക്ക് ളുഹർ തെറ്റില്ല. അപ്പോൾ ളുഹർ തെറ്റുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ കണ്ട് എത്തും ചെയ്യാം. ആ ഒരു കണക്കാണ് എൻ്റെത്. മറ്റേ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് അവിടെ ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കും, ഇരിക്കും, പിന്നെ നമ്മളെ പണി തുടങ്ങും, പിന്നെ അസർ ബാങ്ക് കൊടുക്കും. അങ്ങനെ എല്ലാ ളുഹറും നഷ്ടപ്പെട്ട് പിന്നീട് വീട്ടിൽ പോയിട്ട് കള്ളാ വീട്ടേണ്ട അവസ്ഥ, അതെനിക്ക് ഇഷ്ടമല്ല. അതിന് മുമ്പായിട്ട് ഞാൻ എന്താട്ടും, ളുഹർ തെറ്റിനതിന് മുമ്പായിട്ട് വീട്ടിൽ കണ്ടെത്തും. നുസൈബയുടെ ഉപ്പ ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ അതാ വീണ്ടും ആ മഴയിലേക്ക് ഇറങ്ങുന്നു. കരിങ്കല്ലുകൾ അത് ചുമന്ന് കൊണ്ടുപോയിടുന്നു. എന്നാൽ അതുവഴി വന്ന മജീദ് ആ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ശരിക്കും അദ്ദേഹം ആ കടയിൽ കയറി ചോദിച്ചു, അല്ല കാക്ക, അവിടെ പണിയെടുക്കുന്നത് നമ്മളെ? ആ അതെ, ലത്തീഫാണ്. എന്തേ? അല്ലേ, ഓന് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം. അത് കേൾക്കേണ്ട താമസം അതാ നേരെ ഹുസൈനാജിയുടെ വീട്ടിലേക്ക് മജീദ് ഓടുന്നു. ആജിയരെ ആ എന്താടാ, എന്താ മജീദേ, പുതിയ വല്ല ഇതായിട്ട് വന്നേക്കണജ്? അല്ലേ, അത് നിങ്ങൾ പണിക്കാരനുണ്ട് അവിടെ, അതാ വേറൊരു സ്ഥലത്ത് പണിയെടുക്കണ്, ഏതൊരു പെരപ്പണിൻ്റെ സൈറ്റിലാണ്. പണി തുടങ്ങുന്നേ ഉള്ളൂ, കരിങ്കല്ലും വെട്ടലൊക്കെ ഇറക്കിയൊക്കെ വെച്ചേക്കണ്. അത് ഏറ്റി കൊണ്ടുവരുന്ന പണിയാണ്. ആര്? ലത്തീഫാക്കണ്ടല്ലോ. ലത്തീഫോ? ഓനോ? ആഹാ, ഓനിപ്പോൾ അവിടെയാണല്ലേ പണി? ആ, അവിടെ പെരും മഴത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ലത്തീഫ് പണി നല്ല വൃത്തിയിലെടുക്കുന്ന ആളാണ്. ആ കറക്റ്റ് സമയത്ത് വരും ചെയ്യും, കറക്റ്റ് ടൈമിന് കഴിച്ചും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഓനെക്കൊണ്ട്. എന്തി ആജിയരെ, തിരിച്ച് വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ച് വിളിക്കാൻ തോന്നണമൊന്നുമില്ല, പക്ഷേ ഇനിയിപ്പോൾ ചെറിയൊരു അടവിട്ട് നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഏതായാലും മോന് വരികയാണല്ലോ, മോന് വന്നിട്ട് മോനുള്ള പെണ്ണ് കാണാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഒന്ന് ചോദിച്ച് നോക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവനോടൊന്ന് പറഞ്ഞു നോക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് വേണ്ട, എന്തായാലും മോനും ഇങ്ങോട്ട് എത്തട്ടെ. മോനെത്തിയിട്ട് പെണ്ണ് കാണാൻ പറഞ്ഞേക്കണം ഓനാദ്യം ഇങ്ങോട്ട്, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയും. ഞാൻ തമാശ പറഞ്ഞാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. എങ്ങനെയുണ്ട് നമ്മളെ ഐഡിയ ഒക്കെ പറ്റും. പിന്നെ നിങ്ങൾ പിന്നെ ആ പെണ്ണിൻ്റെ പിന്നാലെ നടക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, അങ്ങനെ ആയ വലിയ മോശമായിക്കാരത്. പിന്നെ ഓൻ്റെക്കുന്ന് വാക്കല്ലേക്കാരം നിങ്ങൾ കേൾക്കുക. ഓന് ദേഷ്യം പിടിച്ചാൽ പിന്നെന്താന്നോ, ആണുങ്ങളായ പിടിച്ചാൽ കിട്ടൂലല്ലോ, അത് സ്വന്തം മക്കളെ പേരില്ലേ. മജീദേ,
ഓൻ്റെ മക്കൾ മാത്രമല്ല ഓൻ്റെ പെണ്ണുങ്ങളും വല്ലാത്ത മഞ്ചാണ്. ഇജോളെ കണ്ടക്കണോ? ഞാൻ കണ്ടക്കണ് ഒരിക്കൽ ഓൻ്റെ കൂടെ എവിടുന്നോ ഞാൻ കണ്ടക്കണ് പോകുമ്പോൾ. ആ തള്ളൻ്റെ ചൊറുക്കാണ് 3 മക്കൾക്കും കിട്ടിയിരിക്കണത്. അതിൽ വലിയോൾക്ക് ഒന്നും കൂടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ വല്ലാതെ ഇപ്പോൾ ഞാൻ പൂതി വെച്ചത്. ചൊറുക്കുള്ളത് കണ്ടാൽ ആരും ഒന്നും ആഗ്രഹിച്ചു പോകില്ലേ, ഒന്ന് മോഹിച്ചു പോകില്ലേ. അതപ്പോൾ ഞാൻ ചെയ്ത തെറ്റ്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ മനസ്സിലത്തെ ആഗ്രഹം എന്നാണ് പറഞ്ഞു. അതിനാണ് പോകാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നൊക്കെ നിൽക്കുന്നത്. ഞാനും വിചാരിച്ചു ഈ ചങ്ങായിക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു ചുറുക്കുള്ള പെണ്ണിനും കിട്ടിയത്. അതേപോലത്തെ മക്കളും, തള്ളി മക്കളും ഒരുപോലെ തന്നെയാണ്. ഓനിങ്ങനെ കൂട്ടിലിട്ട് വളർത്തല്ലേ അറ്റങ്ങളെ. വലിയ രസമാണ് കാണാൻ മാത്രം ഉണ്ട് ഓരോന്നും. അത്ര ഭംഗിയാണ്. അല്ല അജയരെ, ഇങ്ങൾക്കിപ്പോൾ പെണ്ണിനെ കഴിഞ്ഞ് പെണ്ണിൻ്റെ ഉമ്മാനോടായ ഇഷ്ടം? അതല്ല മജീദ്, ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആണുങ്ങളായാൽ കുറച്ച് കാണാൻ കൊള്ളാവുന്ന കുറച്ച് രസമുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കും. അത് ആണുങ്ങളൊരു സ്വഭാവമാണ്. അങ്ങനെ നോക്കിപ്പോകും. അതിനിപ്പോൾ എന്താ, നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്യണേ? അത് ആണത്തുള്ളവർ നോക്കുവേ. ഒരു പെണ്ണിനെ, ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാൽ ആരാ മജീദ നോക്കാത്തത്? അവൻ്റെ പെണ്ണുങ്ങൾ നല്ല ഭംഗിയായി കാണാം. ഇപ്പോൾ പിന്നെ കാണില്ല. ഇപ്പോൾ ആ മുഖം മൂടിയൊക്കെ ഇട്ടാൽ നടക്കൽ. അന്ന് അതൊന്നും ഇടാതെ നടക്കണം എന്നൊക്കെ ഓൻ്റെ ഒപ്പൊക്കെ പോകുമ്പോഴേ വല്ലാത്ത രസമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതിന് വല്ലാത്ത രസമാണ് അതിനെ കാണാൻ. ഇപ്പോഴും ഉണ്ടാവും ആ രസം. അതേ ചൊറുക്കനാണ് മോൾക്കും കിട്ടിക്കണത്. മോളെ നമ്മൾ കണ്ടതല്ലേ, എന്താണ് 14 രാവ്. 10 മാറ്റി പെൺകുട്ടി. ആ കുട്ടീനൊക്കെ കണ്ട് കിട്ടിക്കഴിഞ്ഞാലേ ആചാര്യ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് മുണ്ടണ്ട കേട്ടോ. ഇനി അഥവാ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതാ മൂപ്പർക്ക് ദേഷ്യം പിടിക്കും. ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ നിങ്ങളെ മോൻ വന്നിട്ട് മോനക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ മോനോട് പറഞ്ഞ് സെറ്റാക്കിക്കോളാം. മജീദെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചാൽ മതി ആ ഒരു പൊന്നും കൊടുത്തിനെ. എനിക്കൊന്ന് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. എൻ്റെ മോൻ്റെ പെണ്ണുങ്ങളായാലും എനിക്കൊന്ന് കണ്ടൂടെ? കണ്ണിനിപ്പോൾ എന്താ? മജീദെ ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിടണം. എന്നിട്ട് നമ്മളെ തറവാട്ടിൽ തന്നെ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടിരണം. ആ ഒരു മൊഞ്ചത്തി പെണ്ണ് നമ്മളെ തറവാട്ടിൽ നിൽക്കട്ടെ. എന്തായാലും മോനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. 2ാം കെട്ടിൻ്റെ കാര്യം മുണ്ടെന്നെ വേണ്ട കേട്ടോ. ഓളൊന്ന് കെട്ടിച്ചാണെന്നുള്ള കാര്യം അറിയണ്ട. കല്യാണം കഴിഞ്ഞ് 1 മാസമൊക്കെ ഓൻ നിൽക്കുള്ളൂ. ഓൻ പിന്നീട് പോവില്ലേ? പിന്നെ ഓളെ കൊണ്ടെടുക്കണ ഞാൻ തന്നെയല്ലേ. അതും ഒരു ഭാഗ്യമില്ലടോ, അത്രയും ചുരുക്കുള്ളൊരു പെണ്ണിനെ കൊണ്ടെടുക്കാൻ പറ്റുക എന്നാലും. ആചാര്യ നിങ്ങളെ ചിന്ത പിന്നെയും മാറുന്നുണ്ടോ? പിന്നെയും മാറുകയല്ലേ. ഒരിക്കലും ആ കുട്ടീനെ കണി കാണാൻ കിട്ടൂല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവും ഇങ്ങോട്ട് തന്നെ അവളെ കെട്ടിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മറ്റേ ചിന്ത ഒന്ന് മാറ്റി വെക്കണം. നിങ്ങളെ മോൻക്ക് വേണ്ടിയിട്ടാണ്, മരുമകളായിട്ടാണ് വരുന്നതെന്നുള്ള ഒരു ബോധം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇനിയിപ്പോൾ ലത്തീഫാക്കാരനെ സോപ്പ് ഇടാന്ന് വെച്ചാൽ അത് കുറച്ച് പണിയിക്കാരട്ടാ. നോക്കി നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിലോ വീണു, അത്രേ പറയാൻ പറ്റുള്ളൂ. അന്ന് സ്കൂളിൽ രാവിലെ തന്നെ ഷമ്മാസ് നുസൈബ വരുന്നതും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അവനിപ്പോൾ അതൊരു ലഹരിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം ഹിജാബിയെ കാണുക. അവളോടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അവളുടെ ആ ഒരു പർദ്ദ കണ്ടാൽ തന്നെ ഷമ്മാസിന് വല്ലാത്തൊരു സമാധാനമാണ്. നുസൈബയാണെങ്കിൽ ഷമ്മാസ് അയച്ച ആ ഒരു മെസ്സേജ് അത് വീണ്ടും വീണ്ടും നോക്കിയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. എന്നാലും പഠിച്ചോനെ, ഇത് ചതിക്കാൻ വേണ്ടിയിട്ടൊന്നും ആവരുതേ അല്ലാ. ഇതുവരെ അങ്ങനെ ഒന്നിലും പെട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ വാക്കും ആ ഒരു പെരുമാറ്റവും അതൊക്കെ കാണുമ്പോൾ ഒരിക്കലും ചതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തോ യാഥാർത്ഥ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ചോനെ കാത്തു രക്ഷിക്കണേ. അന്ന് നുസൈബ അതാ ഇൻ്റർവെൽ സമയത്ത് ഷിഫയോട് പറയുന്നു, ഡേ ഷിഫ, എന്തായി ഡേ മെസ്സേജ് പിന്നെ വല്ലതും അയച്ചോ? എന്തായി? നിനക്ക് സമ്മതം കൊടുത്തോ? നിന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ടല്ലേ, നീ കൊടുത്തില്ലല്ലോ സമ്മതം. എടേ ഞാൻ വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞിട്ടില്ല, യെസ്സും പറഞ്ഞിട്ടില്ല. എടി കറക്റ്റായിട്ടൊന്ന് കൊടുത്തേക്ക്. അതിൻ്റെ ഒരു പ്രതീക്ഷ, ഒരു മനസ്സിലൊന്ന് സന്തോഷം അതിനുണ്ടായിക്കോട്ടെ. മറ്റത് എത്ര ആയിപ്പോൾ ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് എനിക്ക് പറഞ്ഞൂടെ? നുസൈബ, നിൻ്റെ മനസ്സിൽ ഷമ്മാസ് ഉണ്ട് ഇപ്പോൾ അല്ലേ? ഷമ്മാസിൻ്റെ മുഖം നിൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അത് നിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
അല്ലേ, സത്യമായിട്ടും അല്ലേ? ഷിഫ, അത് അങ്ങനെ പറയാനടി. അതെ, അങ്ങനെ പറയാൻ ഒരു പേടിയില്ല. മനസ്സിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നിനക്കത് തുറന്ന് പറയണം. അതാണ് നിൻ്റെ ആവശ്യം. ഒരാളിങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നസീബ. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? അതല്ലേ, ഒരാളെ അവർ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നല്ല ടെൻഷനായിരിക്കും. അതിനെ എന്നെ ആഗ്രഹിച്ചത് എന്നത് ഉറപ്പുണ്ടോ? അതേടി, നിന്നെ നല്ല രീതിയിൽ ആഗ്രഹിച്ചതാണ്. അവന് പ്രതീക്ഷയുണ്ട് നിന്നെ, നുസൈബയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട്. അതിന് നീയൊരു എസ് കൊടുക്കണം. ഷിഫ, നീ പറയുന്നതെല്ലാം സത്യമായിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഷമ്മാസിന് വല്ലതും അറിയോ? അറിയുമെങ്കിൽ ഓക്കെ. വല്ലതും അറിയോ? ഞാൻ അനുഭവിച്ചതും ഞാൻ ഇവിടെ എത്തിയതും ക്ലാസ്സിലേക്ക് ഞാൻ ഇങ്ങനെ പഠിക്കാൻ വരുന്നതിനെക്കുറിച്ചും എൻ്റെ വീട്ടിലത്തെ അവസ്ഥകളും ഒക്കെ ഷമ്മാസ് അറിഞ്ഞാൽ ഒരിക്കലും എന്നെ അവൻ സ്വീകരിക്കില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അതൊന്നല്ല പെണ്ണെ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ അറിയാനാണോ പണി? അല്ലടേ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്നതും പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതും അതൊന്നും അവന് ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് തുറന്ന് പറയാതെ എനിക്കവനോട് എന്താ ഞാൻ ചെയ്യാം? ഷിഫ പറയാണ്. പിന്നെ നുസൈബ, എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഇനിയിപ്പോൾ ഞാനായിട്ടൊക്കെ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷേ അതിനേക്കാളും നല്ലത് നീ നിൻ്റെ ജീവിതകഥ, നിൻ്റെ ജീവിതാനുഭവം നീ ഷമ്മാസിനോട് തുറന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ അവൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് നോക്കാലോ. അപ്പോൾ മനസ്സിലാക്കാം നിന്നെ അവൻ സ്നേഹിച്ചിരുന്നോ, നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ എന്നൊക്കെ. അതുകൊണ്ട് നീ ഇന്ന് തന്നെ ഇനിയിപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് തുറന്ന് പറയണം, തുറന്ന് സംസാരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ വിവാഹം എന്ന സ്വപ്നമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴില്ലെങ്കിലും അതുണ്ടാവുമല്ലോ ഭാവിയിൽ. അങ്ങനെ ആകുമ്പോഴൊക്കെ അവൻക്ക് നിന്നെക്കുറിച്ച് എല്ലാം മനസ്സിലായി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിലെ അനുഭവകഥകളെല്ലാം നീ തന്നെ പറയണം. ഞാനൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അത് വെറുതെ പറയാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. അതങ്ങനെയല്ല. നീ നിൻ്റെ എല്ലാം പറയണം. നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ അവനോട് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്താണ് പറയുന്നത് എന്ന് നോക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അല്ലാതെ നീ പറഞ്ഞ പോലെ ഒന്നും അറിഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു ജസ്റ്റ് വെറുതെ ഒന്നും പറയുന്ന പോലെ അല്ലല്ലോ. ഇത് ജീവിതമാണ്, ജീവിതം വെച്ചുള്ള കളിയാണ്. അവനൊരു പ്രതീക്ഷയുണ്ട്. അവന് വിവാഹപ്രായമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച പെണ്ണിത നീയാണ്. അപ്പോൾ നിൻ്റെ കഥകളും നിൻ്റെ എല്ലാ സംഭവങ്ങളും നീ തുറന്ന് അവനോട് പറയണം. പറഞ്ഞതിന് ശേഷം മാത്രം ബാക്കി നമുക്ക് ആലോചിക്കാം. ഷിഫ, സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോടി? പറയണമല്ലോ. നിനക്ക് പറയണം തോന്നണില്ലേ? നീ എന്നോട് തന്നെ എന്നാ പറഞ്ഞത്? അത് മുഴുവനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നിൻ്റെ മനസ്സും തുറന്ന് നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല നുസൈബ. ഷിഫ, എല്ലാം അങ്ങനെ പറയാൻ പറ്റൂലല്ലേടി? അതെ, നിനക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിൻ്റെ ഭർത്താവിൽ നിന്ന്. അതൊന്നും നീ എന്നോട് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. എടി, എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അള്ളാഹുവിനോടല്ലേ പറയേണ്ടത്? പടച്ച റബ്ബിനോട് പറയാം. അവനല്ലേ എല്ലാം കാണുന്നതും കേൾക്കുന്നതും. എടി, അങ്ങനെയൊക്കെ ശരി തന്നെയാണ്. എന്നാലും നമുക്ക് ഒരു സുഹൃത്തിനോട് പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ നിന്നോട് പറയുന്നത്, നീ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഷമ്മാസിനോട് തുറന്ന് പറയണം. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ തുറന്ന് പറയും. അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? അപ്പോഴേക്കും ക്ലാസ്സിലതാ മിസ്സ് വന്നു. നുസൈബ, എങ്ങനെയുണ്ട് പഠനമൊക്കെ? അന്ന് കുറച്ച് ദിവസം ലീവായില്ലേ? അന്ന് നല്ല ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ ഏൺ ചെയ്ത് എടുക്കണം കേട്ടോ, ടൈം ഉണ്ടാകുമ്പോൾ. പിന്നെ ഷിഫ, നീ എന്താ പഠനത്തിലൊക്കെ മുന്നോട്ട് തന്നെയല്ലേ? പിറകോട്ടാണോ? എനിക്കൊരു ഡൗട്ടുണ്ട് ചെറുതായിട്ട്. അന്ന് എക്സാം ഒന്ന് നടത്തിയപ്പോൾ മാർക്ക് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഷിഫ അന്ന് വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവൾക്കും പറ്റേ ലോ ആയിരിക്കുന്നു. പക്ഷേ വിചാരിച്ചതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ഇനിയും ശ്രദ്ധിക്കണം. പിന്നെ
എൻട്രൻസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കാണൂല. പിന്നെ നിങ്ങളൊക്കെ അതിൻ്റെ റിസൾട്ട് വന്നാൽ കോളേജ് അന്വേഷിച്ച് പോവുമായിരിക്കും. നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കോളേജിലായിരിക്കും. നമ്മളൊന്നും ഒരു പൊടിക്കും കാണൂല. ഈ ഒരു കാഴ്ച എന്തൊക്കെയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ക്ലാസ്സൊന്നും കട്ട് ചെയ്യാതെ കറക്റ്റ് ടൈമിന് വരിക, ഇവിടുത്തെ ക്ലാസ് കേൾക്കുക, പോവുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് റാങ്കൊക്കെ ലഭിച്ച് ഏതെങ്കിലും ദൂരെയുള്ള കോളേജിലൊക്കെ പോയാൽ എങ്ങനെ കാണാനാ മക്കളെ? അപ്പോൾ ഈ ഒരു കുറഞ്ഞ കാലം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, കാണുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കട്ടോ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരാൾക്കും ജോലി കിട്ടാതെ അല്ലെങ്കിൽ ഒരു കോളേജ് കിട്ടാതെ നിൽക്കണ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതാണ് ആഗ്രഹിക്കുന്നത്. നുസൈബ, അന്ന് കുറച്ച് ദിവസം ലീവായില്ലേ, ഇനി അങ്ങനെ ലീവാക്കരുത് കേട്ടോ. ഒരിക്കലും ഇനി എക്സാം കഴിയുവോളം തുടർച്ചയായി വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ വിചാരിച്ച രീതിയിലുള്ള റാങ്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ മിസ്സേ, ഇൻഷാ അല്ലാ ശ്രമിക്കാം. വൈകുന്നേരം അതാ സ്കൂൾ വിടുന്നു. ഷിഫയും നുസൈബയും ഇറങ്ങുന്നു. മറ്റു കുട്ടികളെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ആ ബസ്സിന് പോകുന്നവർ നേരത്തെ ഇറങ്ങും. ഷമ്മാസദ ആ ഗ്ലാസ്സിനുള്ളിലൂടെ ശരിക്കും കാണുന്നുണ്ട് കോളേജ് വിടുന്നതും എല്ലാം. ഷമ്മാസിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. പഠിച്ചവനെ, എന്തായിരിക്കും? അവൾ കറക്റ്റായിട്ട് എനിക്കൊരു ആൻസർ ഇതുവരെ തന്നിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമോ? നേരിട്ട് ചെന്ന് എന്തെങ്കിലും ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമാണ്. പിന്നെ കുറച്ച് അച്ചടക്കത്തോടെ നടക്കുന്ന പെൺകുട്ടിയല്ലേ, അവരോട് അത്രക്കും കുറച്ചൊക്കെ മാന്യമായിട്ട് തന്നെ പെരുമാറണം. അതാണല്ലോ അതിൻ്റെ ഭംഗി. അല്ലാതെ അതാ ആ ഹിജാബി ഗേറ്റ് കടന്നു വരുന്നു. ഷമ്മാസിൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, ആ മനോഹരമായ ആ കണ്ണുകൾ ഹിജാബിനുള്ളിലൂടെ അതാ കാണുന്നു. ഒരു നിമിഷം ഷമ്മാസ് പറയുകയാണ്, പടച്ചോനെ, ഇവളാണ് എൻ്റെ പെണ്ണ്, ഇവൾ തന്നെയാണ് എൻ്റെ പെണ്ണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഇവളെ മാത്രം മതി എനിക്ക്. വേറെ ഒരാളെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാ. നുസൈബയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് ഷമ്മാസ് അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ഈ സമയം ഷിഫ നുസൈബയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, ഡേ ദാ ഷമ്മാസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ എല്ലാ ജീവിതകഥകളും നീ പറയണം, തുറന്ന് പറയണം അവനോട്. അവനതെല്ലാം കേൾക്കും, ഉറപ്പാണ് ഇൻഷാ അല്ലാ. ഷിഫ അതാ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഭാഗത്താണ് ബസ് കയറുമ്പോൾ നിൽക്കാറുള്ളത്. ഷമ്മാസ് അവിടെ നിന്ന് മാറിയില്ല. ശരിക്കും അവളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അതാ ബസ് വരുന്നു. നുസൈബയും അവളുടെ ഫ്രണ്ട്സും അതാ ബസ്സിൽ കയറിപ്പോയി. ഒരിക്കൽ കൂടി നുസൈബ തിരിഞ്ഞു നോക്കി. അതെ, ഷമ്മാസ് തന്നെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കണ്ണിൻ കോണില് മിന്നുന്നോളത് കണ്ണണീവളൻ പെണ്ണിത് കണ്ടൊന്നു മില്ലുവാൻ കാലങ്ങളായി ഞാൻ കാത്തിരുന്നൻ കണ്ണിവൾ.